ഈ തിരുവല്ലയിലെ അവസ്ഥയാണ്. മഴയിൽ മുങ്ങിയതോടെ പത്തനംതിട്ട തിരുവല്ലയിൽ ജാഗ്രത കടുപ്പിക്കുകയാണ്. റാന്നി ആറന്മുള മേഖലയിൽ നിന്ന് വെള്ളം തിരുവല്ലയിലേക്ക് എത്താനാണ് സാധ്യത. വനമേഖലയിൽ ഇപ്പോഴും മഴ ശക്തമാണ്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും വെള്ളം ഇനിയും ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ റാന്നിയേക്കാളും കൂടുതലായിട്ടുള്ള പരിഗണന നമ്മൾ നൽകേണ്ടത് തിരുവല്ലയ്ക്കാണെന്ന് അറിയാം. അതാണ് ഇപ്പോൾ ചാത്തങ്കരിയിലെ ക്യാമ്പ് വെള്ളം കയറുകയാണ്. നമ്മൾ ആദ്യം സുരക്ഷിത സ്ഥാനമാണെന്ന് കരുതി ആളുകളെ കൊണ്ട് താമസിപ്പിച്ച സ്ഥലങ്ങൾ ഇപ്പോൾ താമസിപ്പിക്കാൻ കഴിയാതെ മാറ്റേണ്ടി വരികയാണ്. ക്യാമ്പടക്കം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് തിരുവല്ലയുടെ കാര്യം പ്രത്യേകമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. രാത്രിയിൽ വീണ്ടും ഇങ്ങോട്ട് വെള്ളം കൂടുതലായി ഇറങ്ങാൻ സാധ്യതയുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, വനത്തിൽ ഇന്ന് രാവിലെയായിട്ട് മഴ പെയ്തിട്ടുമുണ്ട്. ഫോറസ്റ്റിന്റെ നമ്മുടെ മാപിനിയുണ്ട് വനത്തിനകത്ത്. അപ്പോൾ അവിടെ നിന്നും ഞാൻ വിവരം എടുത്തായിരുന്നു. വനത്തിനുള്ളിൽ രാവിലെ നന്നായി മഴ പെയ്തിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, തിരുവല്ലയിലെ സ്ഥിതി അതിപ്പോഴും മോശം തന്നെയാണ്. പലയിടങ്ങളിൽ നിന്നും ഭൂരിഭാഗം ഇടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യം പറയാൻ വേണ്ട, അവിടെയും പലയിടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം. അങ്ങനെ ആകെ മൊത്തം ഒരു കടുത്ത ജാഗ്രത ഏൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തിരുവല്ല മാറിയിരിക്കുകയാണ്. നിലവിൽ എങ്ങനെയാണ് സാഹചര്യം? പൂജ, നേരത്തെ തന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. ആദ്യം റാന്നി, പിന്നീട് ആറന്മുള, അതിനുശേഷം തിരുവല്ല. ഇങ്ങനെയാണ് ഈ വെള്ളത്തിന്റെ ഒരു ഒഴുക്കുണ്ടാകുന്നത്. ഇപ്പോൾ എന്തായാലും ആറന്മുളയിൽ കാര്യമായ പ്രശ്നങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും അതിരൂക്ഷമായ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലയിടങ്ങളുണ്ട്. പക്ഷേ ആ വെള്ളമെല്ലാം താഴേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. നേരത്തെ മന്ത്രി പി സി വിശ്വനാഥ് പറഞ്ഞതുപോലെ വനത്തിനുള്ളിൽ മഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അങ്ങനെ വന്നാൽ ക്യാമ്പടക്കം മാറ്റേണ്ടി വരും തിരുവല്ലയിൽ നിന്നും. തിരുവല്ലയിലെ ആ ക്യാമ്പൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ക്യാമ്പിലേക്കൊക്കെ വെള്ളം കയറാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് തിരുവല്ല കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യബന്ധന ബോട്ടുകളടക്കം അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ കൂടുതൽ ബോട്ടുകൾ അടക്കമുള്ളവ ആറന്മുളയിലേക്ക് ഉണ്ടായിരുന്നവ തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ക്രമീകരണമൊക്കെ വൈകാതെ ഉണ്ടാകും. നിലവിൽ എന്തായാലും വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധി തിരുവല്ലയിലില്ല. പക്ഷേ വരും മണിക്കൂറിൽ കാര്യങ്ങൾ അങ്ങനെ ആകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ആറന്മുളയും പത്തനംതിട്ട നഗരവും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധിയായി നിൽക്കുന്നത്. അങ്ങനെ വന്നാൽ ഇറങ്ങിപ്പോയ വെള്ളം വീണ്ടും മടങ്ങിയെത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അത് നിൽക്കുന്നത് റാന്നിയിലും അതോടൊപ്പം തന്നെ ആറന്മുളയിലുമാണ് ആ ഒരു പ്രശ്നമുള്ളത്. പക്ഷേ തിരുവല്ലയിലെ കാര്യം അങ്ങനെയല്ല. തിരുവല്ലയിൽ എന്തായാലും വെള്ളത്തിന്റെ അളവ്, ജലനിരപ്പ് വീണ്ടും ഉയരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് തയ്യാറാകുന്നത്. പൂജ. ഓക്കെ, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.